പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. എല്ലാ മഹത്വവും ഈ പ്രഭാതത്തിൽ കർത്താവിന് കൊടുക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും കർത്താവ് അത്ഭുതം പോലെ നടത്തുന്നല്ലോ. അവന്റെ ഉള്ളംകരത്തിൽ എന്നെയും നിങ്ങളെയും മരിച്ചിരിക്കുന്നു. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ് അല്ലേ? കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നത്, കർത്താവിന്റെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ വചനമനുസരിച്ച് ആ വചനത്തിന് കീഴ്പ്പെട്ടൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹമാണ്. പ്ലീസ്, ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. ഓരോ ദിവസവും ഒരു വിസ്മയമാണ്. ഇന്നത്തെ ദിവസവും കർത്താവ് എന്തൊക്കെയോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ്, നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ്. നമ്മുടെ ഇനിയും ഒന്നും ഒരുക്കാനുള്ള ഒരു കാര്യത്തിലോട്ടല്ല ഞാനും നിങ്ങളെ നടന്നു കയറുന്നത്. എല്ലാം ഒരുക്കി കഴിഞ്ഞതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞതാണ്. ഇന്ന് ചില ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്നവർ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടായിരിക്കാം. ചില പ്രതികൂലങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടവർ, ചില വെല്ലുവിളികൾ നേരിടുന്നവർ ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ഒരു കാര്യം മാത്രം പ്രൈസ് നിങ്ങളോട് ഉറപ്പോടെയും ധൈര്യത്തോടെയും ഞാൻ പറയാം, നിങ്ങൾ ലജ്ജിക്കാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നിങ്ങളുടെ എത്ര വലിയ വിഷയമാണെങ്കിലും, അതെത്ര ഹാർഡാണെങ്കിലും, നിങ്ങൾക്ക് തരണം ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ പ്രഭാതത്തിൽ പ്ലീസ് ഐ എം പ്രൊഫസൈങ് ടു യു, നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ്. പ്ലീസ്, ദിസ് ഇസ് എ പ്രോഫിറ്റിക്കൽ അട്ടറൻസ്. ഒരു പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് വിളിച്ചു. നമ്മുടെ ശബ്ദത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. പ്ലീസ്, നമുക്ക് പോലും വിസ്മയിക്കാവുന്നതിന്റെ അപ്പുറമാണ് നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ഇമ്പാക്ട്. പ്ലീസ്, അതൊരു ദൈവ പൈതൽ സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് ആസ് ഗോഡ് സ്പീക്കിംഗ്. കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു അല്ലേ? പ്ലീസ്, കർത്താവ് പറയുമ്പോൾ എന്നെ ഒരു കമാൻഡ് വരുമ്പോൾ അടങ്ങുക എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റ് വരെ അടങ്ങുകയാണ്. ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ മരിച്ച ലാസർ പുറത്തു വരികയാണ്. അതുപോലെ തന്നെയാണ് ഒരു ദൈവവൈതൽ സംസാരിക്കുമ്പോഴും അസാധാരണമായ ശക്തിയാണ് അവന്റെ വാക്കുകൾക്ക് അകത്ത് ദൈവം വെച്ചിരിക്കുന്നത്. സോ ഒന്നും ഈ ദിവസം ഒന്നും ഭാരപ്പെടരുത്. ധൈര്യമായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നല്ല ഉറക്കം നമുക്ക് തന്നു. നമുക്ക് നന്ദി പറയാം. നന്ദി എന്നല്ലാതെ നമ്മുടെ നാവിൽ മറ്റൊന്നും വരരുത്. ചിലപ്പോൾ നമ്മുടെ ചിന്തകളിലൊക്കെ ഞാൻ ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന ഇന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങനെയായി തീരുവോ, അതിന്റെ അവസാനം എന്തായി തീരും, ഈ രൂപ എനിക്ക് കൊടുക്കാൻ പറ്റുമോ, ഈ കടം എന്നിൽ നിന്ന് മാറുമോ, ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് സ്തോത്രമല്ലാതെ ഒന്നും വരരുത്. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കിന്നൊരു വചനഭാഗം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പറയാം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കണ്ട. മരണവും ജീവനും നമ്മുടെ നാവിന്റെ അധികാരത്തിലായിരിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ദൈവദാസന്മാർക്കോ നമ്മുടെ കൂട്ടു സഹോദരി സഹോദരന്മാർക്കോ ഒന്നും നമ്മുടെ രോഗത്തെയോ എത്ര പ്രസംഗം കേട്ടാലും വിടുതലുണ്ടാകുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു തീരുമാനം ജീവൻ വേണം, മരണമാണ്. നമ്മള് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എപ്പോഴും ഞാനും പറയുന്ന ഒരു കാര്യമായിരുന്നു, മരിച്ചാൽ മതി. മരണം എല്ലാത്തിന്റെ അവസാനം, എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാവുന്നത് മരണത്തിലൂടെയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ചില കാര്യങ്ങൾ വിട്ടോടാൻ ഓടി ഒളിക്കാൻ നമ്മുടെ അവസാനത്തെ ആയുധം ഞാൻ മരിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനല്ല. പ്രതികൂലങ്ങളെ നേരിടാൻ, പ്രതിസന്ധികളെ നേരിടാൻ എന്റെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ഒരു ബോധ്യം തിരിച്ചറിയാൻ. മറ്റേത് നമ്മുടെ കൂടെ ആരും ഇല്ലെന്നുള്ള ചിന്തയല്ലായിരുന്നു. എനിക്ക് ആരുമില്ല, അല്ല കുടുംബമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്കൊന്നുമില്ല, നിനക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ഭർത്താവുണ്ട്, പിള്ളേരുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാം ഇവരെല്ലാരും ഉണ്ടെങ്കിലും സഹോദരങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ഇപ്പൊ നമുക്ക് ആശ്രയിക്കാൻ ആരോഗ്യമുണ്ട്. ഇങ്ങനെ ആശ്രയിക്കാൻ പലരും ഇല്ലെങ്കിലും ഒരു വാക്വം. എന്നിട്ട് പറയുക, നിനക്ക് ആരുമില്ല, നീ പോയി മരിച്ചോ, നീ ഇനി എങ്ങനെ ജീവിക്കും, നീ പ്രതിസന്ധി, നിനക്ക് നാണക്കേട,
നിന്റെ കാര്യം പോക്ക, നീ ഇനി ഇതിൽ നിന്ന് വെളി വരത്തില്ല, ഈ രോഗം നിന്നെയും കൊണ്ടേ ഇത് ദൈവത്തിന് മാത്രം നികത്താൻ സാധിക്കുന്ന ഒരു വാക്വം നമ്മുടെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ദാറ്റ് ഓൺലി ഗോഡ് can fill that vacuum. ദൈവത്തിന് മാത്രമേ ആ ശൂന്യതയെ നിറയ്ക്കാൻ. എത്ര ഭക്തരാണെങ്കിലും, എത്ര വചനം വായിക്കുന്നവരാണെങ്കിലും, എത്ര പ്രസംഗം കേൾക്കുന്നവരാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അതിനെ നിറയ്ക്കാൻ നമുക്കൊരു ധൈര്യവും ബലവും. അതല്ലേ ശിഷ്യന്മാർ പേടിച്ചിരുന്നപ്പോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ധൈര്യം കിട്ടി. അവരിറങ്ങി നിന്ന് പ്രസംഗിച്ചു. ഇല്ലേ, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ അവരുടെ തന്നെ ശക്തി കൊണ്ട് അവർക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെ, ഏത് പ്രശ്നത്തെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ പറയാം, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നമ്മുടെ നാവിന്റെ അധികാരത്തിൽ ജീവനും മരണവും. നമ്മുടെ ജീവിതത്തെ മരണം ആക്കി അല്ലെങ്കിൽ എന്നാ പറയുന്ന നാശമാക്കി തീർക്കാനും അവിടെ ജീവൻ കൊണ്ടുവരാനും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ഈ അവസ്ഥകൾ മാറും. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഞാൻ വായ്പ വാങ്ങത്തില്ല, ഞാൻ കൊടുക്കുന്നവളായി മാറും എന്നൊക്കെ പറഞ്ഞും എന്നാ പറയുന്ന ആ വചനമൊക്കെ പറഞ്ഞും എഴുതിയും പിന്നെയും പറഞ്ഞും പിന്നെ എഴുതിയും പിന്നെയും കണ്ടും പറഞ്ഞും ഒക്കെ എത്രത്തോളം കർത്താവ് നടത്തിയത്. ആ വചനം മാത്രമായിരുന്നു. ആശ്രയവും ആഹാരവും വചനം മാത്രമായിരുന്നു. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആ വചനത്തിൽ ആശ്രയിച്ചാൽ, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. നിങ്ങൾക്ക് എന്താ ഫലം വേണ്ടിയതോ? മരണമാണോ വേണ്ടിയത്? ഓക്കെ. ജീവനാണോ വേണ്ടിയത്? അത് തരും. അതിന്റെ 20ാമത്തെ വാക്യം കൂടെ എന്ന് പറയും, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. ഇല്ലേ, നമ്മൾ പറയത്തില്ലേ, അയ്യോ ആ വാക്ക് കേട്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു, തൃപ്തിയായി. രണ്ട് രീതിയിലും എടുക്കാം. അധരത്തിന്റെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. നമ്മുടെ വാക്കുകൊണ്ട് തൃപ്തി വരുമെന്നേ. നമുക്കും തൃപ്തിയാകും, മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്കും അതൊരു തൃപ്തിയാകാൻ തക്കവണ്ണമുള്ള നല്ല വാക്കല്ലാത്ത ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഈ ബൈബിളില് യേശുവിനെ അല്ലേ നമ്മൾ മാതൃകയാക്കിയിരിക്കുന്നത്. കർത്താവിന്റെ വായിൽ നിന്ന് അസാധ്യമെന്ന് പറഞ്ഞിടത്തെല്ലാം മരണത്തെ പോലും ഉറക്കമെന്ന് വിളിച്ച ഒരു കർത്താവ് നമ്മുടേത്, അല്ലെ? അപ്പൊ ഏത് സാഹചര്യത്തിന്റെ മുമ്പിലും ജയത്തിന്റെ വാക്കുകൾ പറയാൻ ഈ വചനം പറഞ്ഞ് ആ പ്രതികൂലത്തെ, പ്രശ്നത്തെ, രോഗത്തെ, നിരാശയെ എല്ലാം മറികടക്കാൻ നമ്മുടെ നാവിനും വായിക്കും പറ്റുമെന്ന്. ജീവനും മരണവും ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ഭവനം ജീവനുള്ളതായിരിക്കണോ അതോ നരകമാക്കി തീർക്കണോ നിങ്ങളാ ചിന്തിക്കുന്നത്. അല്ലാതെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരോ നിങ്ങൾ പോകുന്ന കൂട്ടായ്മയോ കൂട്ടുസഹോദരങ്ങളോ ഒന്നുമല്ല തീരുമാനിക്കുന്നത്. അവരോടൊക്കെ പോയി നമ്മുടെ വിഷയങ്ങൾ പറയാൻ പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥനയിൽ സഹായിക്കും. പക്ഷെ നമ്മുടെ അവസ്ഥകൾ മാറണമെങ്കിൽ ചിലർ ചോദിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ നടക്കാത്തതെന്ന്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമുള്ള ഒരു വിശ്വാസം. അത് കഴിഞ്ഞ് തനിയാകുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി നിരാശയുടെ വാക്കുകളും കർത്താവിനെ കുറ്റം പറയുകയും, ഓ എന്റെ ജീവിതം മാത്രം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്താ 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 എന്നുള്ള ഒരു ചിന്തയും എന്നാ പറയുന്ന അതും പറഞ്ഞുകൊണ്ട് നടന്നാൽ എനിക്കറിയത്തില്ല. പക്ഷെ ആ കർത്താവിന്റെ വചനത്തിൽ നമ്മുടെ ഏത് സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിലും ആ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുന്നേറിയാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഈ പ്രതികൂലത്തെ, ഈ പ്രശ്നത്തെ ഒരു ദേവദാസിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പോകുന്ന സഭയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ വാഗൊണ്ട് നല്ലത് പറഞ്ഞാൽ ആ നല്ലതേ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ, അല്ലെ, എല്ലാം ആ നന്മ മാത്രമായിരിക്കും. നമ്മുടെ തലമുറകൾക്കും ഈ വചനം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. അവർ ചിലപ്പം പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരിക്കും. അവർ പഠിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി കിട്ടിക്കാണത്തില്ല. അതിലങ്ങ് എന്നാ പറയുന്ന ഡിപ്രഷൻ അടിക്കാതെ, എന്നാലും ഇത്രയും പൈസ കൊടുത്ത് നിന്നെ പഠിപ്പിച്ചാൽ നീ ഞങ്ങൾക്കൊരു അനുഗ്രഹമല്ല, നീ ഇപ്പം ഞങ്ങൾക്ക് ഇത് തരുന്നില്ല, നീ നോക്കുന്നില്ല. അവരെ അങ്ങനെ പറയാതെ, ഇല്ല, കർത്താവ് നമുക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ ആയിരിക്കും ജോലി കിട്ടിയിരിക്കുന്നത്. ഇത്രയും കിട്ടിയല്ലോ, കർത്താവ് ഇതിൽ നിന്നെ ഉയർത്തും, നിന്നെ മാനിക്കും, നീ കർത്താവിന്റെ മകന്. അവരെ ഒന്ന് എന്നാ പറയുന്നത്, എൻകറേജ്, ഉള്ളതിൽ നന്ദി പറയുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരെ അതൊന്ന് പഠിപ്പിച്ചാൽ, ഈ വചനം പറഞ്ഞു കുഞ്ഞെ, വചനം
പറഞ്ഞു തരാം, കർത്താവ് നിനക്ക് നന്മ തരും, നിന്നെ ഉയർത്തും, നിന്റെ അവസ്ഥകൾ മാറും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെയും കൂടെ, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഇത് പറയുമ്പോഴത്തേക്ക് അവർ പിന്നെ വീട്ടിൽ പോലും വരാൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളോടും നമ്മുടെ ഭർത്താവിനോടും ഭാര്യയോടും എല്ലാം ഈ നല്ല വാക്കുകളെന്ന് പറഞ്ഞ് ജീവൻ കൊണ്ടുവരുന്ന ഈ ജീവന്റെ വചനം ഒന്ന് പറഞ്ഞ് നമുക്ക് ഇന്നു മുതലൊന്ന് ജീവിക്കാം. സാഹചര്യം പറയണ്ട, കടവായിരിക്കാം, ജപ്തി ആയിരിക്കാം, പക്ഷെ എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു സൗരിയുടെ സാക്ഷ്യം അതിനെ ഒത്തിരി 1.25 ലക്ഷം രൂപയായിരുന്നു അല്ലേ? 1.5 ലക്ഷം രൂപയുടെ ജപ്തിയായിരുന്നു ആയിരുന്നു. അപ്പം ആ സമയത്താണ് ആ ഉപവാസ പ്രാർത്ഥനയിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ 1.25 ലക്ഷം രൂപയുടെ ജപ്തിയായിരുന്നു. അപ്പം ബാങ്കുകാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് സൗരന്മാര് ജപ്തി ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ താൻ അത് വിശ്വസിച്ചു, ഏറ്റെടുത്തു, സംസാരിച്ചു. താൻ പറഞ്ഞു എന്റെ വീട് ജപ്തിയായി പോകത്തില്ല, അത്ഭുതം നടക്കും, എന്റെ കർത്താവുണ്ട്. ബാങ്കുകാർ പറഞ്ഞു ജപ്തി ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോഴും താൻ വിശ്വസിച്ചു. തന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പൊ അവസാനം ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് വിളി വന്നിട്ട് ബാങ്കുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു 40,000 രൂപ അടച്ചാൽ ഇപ്പൊ ഇത് ഒഴിവാക്കി തരാം. നീ ഒരു 40,000 രൂപ അടച്ചാൽ മതി, നിന്റെ ലോണ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് ലോൺ തരാവുന്ന. അപ്പൊ ആ 40,000 രൂപയും ഇല്ല. അപ്പൊ സൗരി മുട്ടായിരുന്നു, ഇല്ല കർത്താവ്, ഞാൻ കേട്ട വാക്ക് ജപ്തി ചെയ്യത്തില്ല എന്നാ ഞാൻ കേട്ട വാക്ക്. ശകലം കഴിഞ്ഞപ്പോൾ വീണ്ടും ബാങ്കിൽ നിന്ന് ഫോൺ വരിക, നിന്റെ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, 25,000 രൂപ അടച്ചാൽ നമ്മൾ സെറ്റിൽ ചെയ്യുക. 1.25 ലക്ഷം രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 25,000 രൂപ തന്റെ കയ്യിലുണ്ടായിരുന്ന അത്രയും രൂപ വെച്ച് ആ ജപ്തിയെ മാറ്റിയ ഒരു കർത്താവ് ആ സൗരയുടെ ജീവിതത്തിൽ ചെയ്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവന്നേ. ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അത് പിടിച്ചെടുക്കണം. എനിക്ക് ജയ്ബ്രാർ പണ്ട് കാലത്ത് പറയുന്ന ഒരു കാര്യം, ഒരു രോഗസൗഖ്യമാണെങ്കിലും അതിനെ പിടിച്ച് എന്റെ കടഭാരത്തിലേക്ക് കൊണ്ട് മുട്ടിക്കും. അതുപോലെ നിങ്ങൾക്ക് രോഗസൗഖ്യമായിരിക്കും വേണ്ടിയത്, ആ സൗരയുടെ ജപ്തി മാറ്റിയ കർത്താവ് എന്റെ രോഗത്തെ സൗഖ്യമാക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കും വിടുതൽ തരും, അത്ഭുതം നടക്കുമെന്നൊന്ന് വിശ്വസിച്ച് എന്റെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റത്തില്ല. നമ്മളാ പലപ്പോഴും വാക്ക് മാറ്റുന്ന, നമ്മൾ തോന്നിയതുപോലെ സംസാരിക്കും, നമുക്ക് നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ എല്ലാം ഓക്കെയാ അല്ലേ? അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസ്തരായി ഒന്ന് നമുക്ക് നടക്കാം. പ്രശ്നം ഏതാണേലും പ്രതികൂലം എന്താണേലും ജയം നമുക്ക് ഉറപ്പാണ്. നമ്മൾ ജയാളികളായതുകൊണ്ട്, നമ്മൾക്ക് വേണ്ടി കർത്താവ് ജയം ആ ക്രൂശിൽ നേടിത്തന്നതുകൊണ്ട് നമ്മൾ ജയാളികളാണ്. നമ്മൾ തോറ്റെന്ന് നമുക്ക് തോന്നരുത്. ചുറ്റുമുള്ളവർക്കായിരിക്കും തോന്നുന്നത് അവള് പോക്ക, തീർന്നു, ആ കുടുംബം നശിച്ചു, എല്ലാം തീർന്നു, ഈ ദേശം വിട്ട് വേറൊരു ദേശത്ത് പോയി, അവരൊക്കെ തീർന്നു പോയെന്ന് വിചാരിക്കുന്നിടത്ത് കർത്താവ് ഉയർത്തും, മാനിക്കും, അത്ഭുതമാക്കും. അതുകൊണ്ട് നിങ്ങളുടെ വായൊന്ന് നേരെയാക്കിയാൽ മതി, വാക്കുകളൊന്ന് വചനം ഒന്ന് പറഞ്ഞാൽ മതി, അത്ഭുതം നടക്കും. ഷിന എന്ന വാക്കുകളെ കുറിച്ച് പറഞ്ഞപ്പം എന്റെ ഉള്ളിലോട്ട് ഇന്ന് വന്ന വചനം എഫെസ്യ ലേഖനം, ഇതിനോട് ചേർത്ത് തന്നെ ഒരു വചനം വായിക്കുകയാണ്. എഫെസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കും. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ, ദൈവവചനം പറയാൻ നല്ല വാക്ക്. ഇന്ന് ഈ മെസ്സേജ് ഇവോൾവ് ചെയ്യാൻ തന്നെ ഒരു കാര്യമുണ്ട്. ഇന്ന് മല്ലപ്പള്ളിയിലുള്ള നമ്മുടെ ജോയ്ചാൻ എന്ന് പറഞ്ഞ ഒരു അച്ചായനുണ്ട്. ജോയ്ചാന്റെ ബർത്ത്ഡേ രാവിലെ ഞാൻ ഈ ജോയ്ചാന്റെ ബർത്ത്ഡേ ആണെന്ന് കണ്ടപ്പം എന്റെ ഉള്ളിൽ ജോയ്ചാനെ കുറിച്ചുള്ള ഓർമ്മകൾ, പണ്ട് അവര് ഒന്നിച്ച് ഞങ്ങൾ കോഴഞ്ചേരി ചർച്ചിൽ തന്നെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. മല്ലപ്പള്ളി ചർച്ച് തുടങ്ങിയപ്പോഴാണ് ജോയ്ചാനൊക്കെ ഫാമിലി ഒക്കെ അങ്ങോട്ട് പോയത്. സോ ജോയ്ചാനെ കുറിച്ച് ഓർക്കുമ്പം എപ്പോഴും ഭയങ്കര സന്തോഷം. എന്നാ കാര്യമെന്നറിയോ, പറയുമ്പോ ബ്രദറുടെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയും, ഒരിക്കലും കൈവിടത്തില്ല. ബ്രദറിന്റെ ശുശ്രൂഷയിൽ വലിയൊരു മുന്നേറ്റം വരികയാണ്.
ഇങ്ങനെ എപ്പ കണ്ടാലും ആരോടും എല്ലാവരും ഏത് കൊച്ചു കുഞ്ഞിനെ കണ്ടാലും അവിടെ നിന്ന് അവരോട് സംസാരിച്ച് ഒന്ന് പ്രവചിക്കാൻ തുടങ്ങും. പ്രവചിക്കാൻ തുടങ്ങുന്ന ഈ പ്രോഫറ്റിക്കൽ അട്ടറൻസ് ആണ്. ദൈവവചനം, ഒരു വചനം അവരോട് സംസാരിക്കും. ബൈബിളിൽ നിന്ന് എവിടെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുക, കർത്താവ് കൂടെയുണ്ട് ബ്രദറെ, ധൈര്യമായിട്ട് കടമൊന്നും നടക്കത്തില്ല. നോക്ക്, ജപ്തിയെല്ലാം മാറിപ്പോകും. നോക്ക്, കല്യാണം നടക്കാൻ പോവുക, ഈ വർഷം നിന്റെ കല്യാണം നടക്കും. കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നത്, മോളെ ഈ വർഷം നിന്റെ കല്യാണം നടക്കും. അപ്പൊ ഈ തന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും ഉത്സാഹിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നമുക്ക് എത്രയോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും അല്ലെ, മില്യൺസ്. നീ പണിയാത്ത ഭവനത്തിൽ നീ പാർക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. നീ പണിയാത്ത ഭവനത്തിൽ നീ പാർക്കും. എന്നോട് പറയും, ഈ കോഴഞ്ചേരി പട്ടണത്തിൽ റജി ബ്രദറെ നല്ലൊരു വീട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ബ്രദർ. അപ്പൊ അതെല്ലാം ഈ ജോയിച്ചാൻ എപ്പോ ആരെ കണ്ടാലും ഇങ്ങനെ, ആരെ കണ്ടാലും സംസാരിക്കാൻ തുടങ്ങും, ആരെ കണ്ടാലും പ്രവചിക്കാൻ തുടങ്ങും. നമുക്ക് ഈ ആരെ കണ്ടാലും നല്ലത് പറയുകയും നമ്മളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ട അവരുടെ കൂടെ നമുക്കൊന്ന് സംസാരിക്കാൻ തോന്നും അല്ലെ. നേരെ മറിച്ച് എപ്പോ കണ്ടാലും വേണ്ടാത്ത ഒരു നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കഴിയുന്നതും അവിടുന്ന് ഒന്ന് ഒഴിഞ്ഞു പോകാൻ, അവിടുന്ന് ഒരു യൂ ടേൺ എടുത്ത് വേറെ സൈഡിലോട്ട് കണ്ടില്ല എന്ന് നടിച്ചു. അങ്ങനെ ഉണ്ടോ? എനിക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് അത് ഇതെല്ലാം പറയുന്ന സമയത്ത് തന്റെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അന്ന് ആ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് ഉയർത്തി. ആ മോടെ കല്യാണം കഴിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ആ കുഞ്ഞിന് കർത്താവ് കൊടുത്തു. നോക്ക്, ആ മോനും കുടുംബമായിട്ട് അവര് അയർലൻഡിൽ ജോലി ചെയ്യുന്നു. അയർലൻഡിൽ നമ്മുടെ ശുശ്രൂഷയുടെ മുമ്പിൽ മോനും നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രീസ, നല്ല വാക്ക്. ഇവിടെ ദൈവവചനം പറയാണ്, എല്ലാവർക്കും കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധന. നമ്മുടെ വാക്കുകൾ ഒരാളെ ലിഫ്റ്റ് ചെയ്യുന്ന വാക്കുകളാണോ? നമ്മുടെ വാക്കുകൾ ഒരാൾക്ക് ഉത്സാഹം കൊടുക്കുന്നുണ്ടോ? ഒരാൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ വാക്ക് ഒരാളെ കംഫോർട്ട് ചെയ്യുക. ഒരു വിഷയത്തിലൂടെ പോകുമ്പോൾ ചിലരുണ്ടല്ലോ, വിഷയത്തിലൂടെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ, എണ്ണ ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയല്ലേ. അതിന്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനെ ആളി കത്തിക്കുകയല്ല, അതിനെ എന്ത് ചെയ്യുക, അതിനെ നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യുക, കംഫേർട്ട് ചെയ്യുന്ന. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ കറക്ഷനായി, കുറ്റപ്പെടുത്തലല്ല, കറക്ഷൻ. നോക്ക്, നമുക്ക് രണ്ട് രീതിയിൽ ചില കാര്യങ്ങളെ നേരിടാൻ പറ്റും. ഒന്ന്, നമുക്ക് ഒരു സൈഡ് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഞാൻ അതിന്റെ അകത്തെല്ലാം മാസ്റ്റർ ആയെന്നല്ല ഞാൻ പറയുന്നത്. ഞാനും ഇത് സംസാരിച്ച് ഇതിനെ എന്റെ ജീവിതത്തിലേക്കും കൂടെ പ്രയോജനപ്പെടുത്താവോ എന്ന് ഞാൻ നോക്കുക. ഇതിനെ ഒന്നും ഞാൻ മാസ്റ്റർ ചെയ്തിട്ടില്ല, ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഐ ഹാവ് എ ഹെൽപ്പർ, എനിക്കൊരു സഹായകനുണ്ട്. ആ സഹായകന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞത്, ഒരാളെ വിമർശിക്കുകയല്ല, അതിന് പകരം കറക്റ്റ് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ അവരുടെ തിരുത്തലുണ്ട്. ചിലപ്പോൾ പറയുക, ബ്രദർ സംസാരിച്ചപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ച പോലെ ഞാൻ ഇനിയും അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടു, ഇനി ആ കാര്യത്തിൽ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവവചനം പറയുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് മേക്കിംഗ് യു walk, the Holy Spirit of God will give you words. നോക്ക്, നമ്മുടെ ചിന്ത വരുന്നതെല്ലാം വാക്കാക്കരുത്. അതാ ഞാൻ ഇന്ന് ഹെഡിങ് ഇട്ടിരിക്കുന്നത്, നോട്ട് എവറി തോട്ട് ഡിസേർവ്സ് എ വേർഡ്. നമ്മുടെ എല്ലാ വാക്കുകളും, എല്ലാ ചിന്തകളും ഒരു വാക്ക് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്ത് അവിടെ കൊടുക്കണം, അവിടെ ഒരു കാം ടൈം കൊടുക്കണം. പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, പറയേണ്ടത് പറയാനും പറയേണ്ടത് പറയാതിരിക്കാനും. ഞാൻ പലപ്പോഴും ഈ വചനം പറയാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാ, കർത്താവേ പറയേണ്ടത് പറയാനും പറയേണ്ടാത്ത പറയാതിരിക്കാനും എനിക്ക് കൃപ തരണം. എനിക്ക് സ്ലിപ്പ് ഓഫ് എ ടങ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ ഒക്കെ ഞാൻ ഈ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ അകത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ആ വാക്കായിരിക്കും നമ്മുടെ അകത്തുനിന്ന് വരുന്നത്. അകത്തെ സ്റ്റോംസ്, നമ്മുടെ അകത്തടിക്കുന്ന ചില വിഷയങ്ങളിലൊക്കെ ഭാരവും പ്രയാസവും ഒക്കെ കാണും. ആ സ്റ്റോംസിനെ എന്ത് ചെയ്യണം? അടക്കണം. എങ്ങനെ അടക്കണം? കാസ്റ്റ് എവറിത്തിങ് ഇൻ പ്രയർ. എല്ലാം അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കണം. ആ ഭാരം എല്ലാം അങ്ങോട്ട് കൊടുക്കണം. ആ സ്റ്റോമിൽ നമ്മൾ നിൽക്കുമ്പം, ആ കൊടുങ്കാറ്റിൽ നമ്മൾ നിൽക്കുമ്പം ആ വാക്കുകളെ വരത്തുള്ളൂ. ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇങ്ങനെ വരുവല്ലേ, എരച്ചു കയറി വരുവല്ലേ, അവനോട് രണ്ടെണ്ണം പറയണ ആ എരച്ചു കയറി. അതിനെ എന്ത് ചെയ്യണം? അതിനെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? കർത്താവിന്റെ കൈ. ഞാൻ പറഞ്ഞത്, ഞാൻ ഇതെല്ലാം ചെയ്യാവോ എന്ന് ശ്രമിക്കുക.
ഇത് അച്ചീവ് ചെയ്തെന്നല്ല, എനിക്കും ഒരു ദിവസം അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദൈവവചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ ഞാൻ മുദ്രയിടപ്പെട്ട വ്യക്തിയാണ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ ഹെൽപ്പ് മീ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന, കംഫർട്ട് ചെയ്യുന്ന, കറക്റ്റ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, ഇൻസ്പയറിംഗ് ദ ഫെയ്ത്ത് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ പണിയുന്ന. നോക്ക്, വലിയൊരു സാഹചര്യത്തിലായിരിക്കും നിൽക്കുന്നത്. ചില വ്യക്തികളൊക്കെ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പം, അയ്യോ ഇവരെങ്ങനെ ഇതിനകത്തൊന്ന് വെളി വരും എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള സമയങ്ങൾ ഉണ്ട്. പക്ഷേ അവിടെ കഷ്ടമായി പോയി എന്നൊരു വാക്ക് പറയാനല്ല എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുക. ഇല്ല, അത്ഭുതം നടക്കും. ഇതിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കും. ഇതിന്റെ അകത്ത് ബ്രദറെ ധൈര്യത്തോടെ ഇരുന്ന്, സിസ്റ്ററെ ഇതിന്റെ അകത്ത് ഒന്നും പേടിക്കണ്ട, യേശു ആ കർത്താവ്. ഈ മെഡിക്കൽ റിപ്പോർട്ടിനെ എന്റെ കർത്താവിനെ മാറ്റാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ല, 3 മുഴയുണ്ടായിരുന്നു തൈറോയിഡിന് 3 മുഴ. ഒരു സഹോദരിക്ക് തൈറോയിഡിന്റെ മോള്, ചെറിയ മോള, 10, 25, 26 വയസ്സുള്ളൊരു മോള്, 3 മുഴ തൈറോയിഡിന്റെ. അപ്പം ഡോക്ടേഴ്സ് 2-3 ഹോസ്പിറ്റലിൽ പോയി. 2-3 ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്ക് ചെയ്തപ്പോൾ അവര് പറഞ്ഞു, ഇത് മൾട്ടിപ്പിൾ മുഴകളാണ്, ഇത് ക്യാൻസർ ആണ്, പിന്നെ എല്ലാ സാധ്യതകളുമുണ്ട്, ഇതാദ്യം ഇതിന് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അവസാനം ആ സമയത്താണ് തോന്നുന്നു നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ, ഈ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ മോള് കടന്നു വന്ന് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ അവിടെ ബയോപ്സി എടുക്കാൻ വേണ്ടി പോയി. ബയോപ്സി എടുക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ അത്ഭുതം എന്നാന്ന് വെച്ചാൽ, അവര് നോക്കുമ്പോൾ മുഴ 3 കാണുന്നില്ല. ആ മുഴകൾ 3 കാണുന്നില്ല. നമ്മുടെ ബിബിൻ എന്ന് പറഞ്ഞ ദുബൈയിലാണോ ബിബിൻ, കുവൈറ്റിലാണോ, ബിബിന്റെ വൈഫാണ്. ഞാൻ പറഞ്ഞത് കർത്താവിന് എന്നെ അസാധ്യം. അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവൻ. മോള് പറഞ്ഞൊരു കാര്യം, മോള് +2 പഠിക്കുമ്പം ഇത് തുടങ്ങി. ചെറുപ്പം മുതലേ ഇങ്ങനെ മുഴ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് താൻ വിശ്വാസത്തിലോട്ട് കടന്നു വന്നു. താൻ വിശ്വസിച്ചു, താൻ അത് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ മുഴ സൗഖ്യമാവും, ഇതൊരു അത്ഭുതമായി തീരും. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇത് വളരുകയും ഇതിന്റെ അവസാനം വന്നപ്പോഴത്തേക്ക് ഇതിന് അസ്വസ്ഥതകളാകുകയും ഇത് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ താൻ അപ്പോഴും വിശ്വസിച്ചു, താൻ അത് സൗഖ്യമാകുമെന്ന് വിശ്വസിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ഇൻസ്പയർ അതേഴ്സ് ഫെയ്ത്ത്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ പണിയുന്ന വാക്കുകൾ വേണം നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടാൻ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥനയ്ക്ക് പോയി, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിനൊരു ടൈമുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പം ഞാൻ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, കർത്താവ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഡോണ്ട് ഗെറ്റ് ഡിജക്റ്റഡ്. ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കായിരുന്നു, വേറെ ആരുമല്ല, ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഡിജക്റ്റഡ് ആകരുത്. ഈ നമ്മൾ തീർന്നു കഴിഞ്ഞാൽ എപ്പോഴാ കർത്താവ് പ്രവർത്തിക്കുന്നതെന്നും കർത്താവിന്റെ കാര്യം എപ്പോഴാ നീണ്ടുവരുന്നതെന്നും നമുക്കറിയത്തില്ല. അവൻ തക്ക സമയത്ത് ഉയർത്തുമെന്ന് വചനമാണെങ്കിൽ, God has a time for everything. He will never be late or he will never be early. My God is an on time God. അവൻ തക്ക സമയം, അവന്റെ കൈ അവിടെ തന്നെ എഴുതിയിരിക്കുകയാണ്, അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ എന്ത് ചെയ്യണം, താണ് ഇരിക്ക്, ഉയർത്തുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കണം, അതിനെ ബിൽഡ് ചെയ്യുന്നതായിരിക്കണം. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരുമ്പോൾ, ഞാൻ മുമ്പേ ജോയിച്ചാന്റെ കാര്യം പറഞ്ഞ പോലെ, ആ വായിൽ നിന്ന് വരുന്ന വാക്ക്, മോളെ നിന്റെ കല്യാണം ഈ വർഷം നടക്കും കേട്ടോ, അങ്ങനെയുള്ള വാക്കുകൾ ചോദിച്ചാൽ നിന്നെ നിന്നെ ഉന്നത സ്ഥാനത്ത് നീ സമുദ്രങ്ങൾ കടക്കും. ജോയിച്ചാൻ ഓരോരുത്തരോട് നീ സമുദ്രങ്ങൾ സമുദ്രമല്ല സമുദ്രങ്ങൾ കടക്കും. ജോയിച്ചാൻ ഇത് പറഞ്ഞത് തന്നെ മക്കളുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചു അല്ലെ, പല സമുദ്രങ്ങളും കടന്നു അല്ലെ, സമുദ്രങ്ങൾ കടക്കും. അപ്പൊ ഇതൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന, ഉത്സാഹിപ്പിക്കുന്ന, അല്ലാതെ അടിച്ചു താക്കുന്ന വാക്കുകളല്ല, ഇൻസ്പയർ ചെയ്യുന്ന നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനം തരുന്ന വാക്കാണ്. ചില പറയല്ലേ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചിലരുടെ അടുത്തോട്ട് വന്നൊന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തൊരു വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ തങ്കുബ്രണ്ടും ദോസ്തുബ്രണ്ടൊക്കെ അടുത്ത് പോയി. അത് അവിടെ പോയില്ല, അവിടെ അന്നൊക്കെ തീർന്ന് അടുത്ത മണിക്കൂർ എന്താവുമെന്ന് അറിയാൻ മേലാത്ത സമയങ്ങളായിരുന്നു ജീവിതത്തിൽ. പ്രൈസലോ. പക്ഷേ അന്ന് ആ കർത്താവിന്റെ ദാസന്മാരുടെ ഒക്കെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ അതെല്ലാം കേട്ടാ പഠിച്ചത്.
പ്ലീസ്. അതെല്ലാമാണ് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും ഞങ്ങൾ അപ്ലൈ ചെയ്ത്, ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഞങ്ങളുടെ ഇടപെടലിലും സംസാരത്തിലും ഞങ്ങൾ അപ്ലൈ ചെയ്തത് അതെല്ലാമാണ്. ഇല്ല, തീർന്നു പോകത്തില്ല, നഷ്ടപ്പെടത്തില്ല. കർത്താവ് അത്ഭുതമാക്കും, കർത്താവ് വഴികൾ തുറക്കും. അതാ, കോടിക്കണക്കിന് രൂപയുടെ കടത്തിലാണ് തങ്കുബ്രോർ ആ സമയത്ത് വരുന്നവരെ ബലപ്പെടുത്തുക. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളിൽ മരണവും നിങ്ങളിലും ജീവനിലും വ്യാപരിക്കും. അവർ കടന്നു പോകുന്ന വാസ്തവത്തെ നമ്മൾ വെളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒക്കെ വളരെ ശക്തിയോടൊക്കെ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ വെളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവർ കടന്നു പോകുന്ന ഇന്റേണൽ സ്റ്റോം കാണാൻ സാധിക്കത്തില്ല. വെളിയിൽ നിൽക്കുന്നവർ അത് കാണിക്കുകയും ചെയ്യും. അത് ആര് നിന്റെ അകത്തൊരു ഇന്റേണൽ സ്റ്റോം ഉണ്ടെങ്കിൽ, ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെ കാണരുത്. ചിലരാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ, എല്ലാരും ഇളക്കും. അവർക്ക് ഭയങ്കര സമാധാനം. എനിക്കിപ്പോ നല്ല ഇളക്കരുത്, ആരെ ഇളക്കരുത്. എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുമ്പോൾ തന്നെ ചില മുഖങ്ങൾ എന്റെ ചുറ്റും നിൽക്കുന്നവരെ എല്ലാം ഇളക്കും. അവരുടെ എല്ലാം ഉറക്കം പോയി അവർ മുട്ടാനിരുന്ന് പ്രാർത്ഥിക്കുക, ഇവര് കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അവർക്ക് ഭയങ്കര ആശ്വാസം. അങ്ങനല്ല, നമ്മൾ മുട്ടാനിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ടാത്ത ഒരു വാക്കുകളും അതല്ലേ ഇന്നത്തെ നമ്മുടെ ചിന്തയിലോട്ട് തന്നെ നിൽക്കാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ പറഞ്ഞ നല്ല വാക്ക്, ഒന്ന് പറഞ്ഞു നല്ല വാക്ക്, ഗുഡ് വേർഡ്. നമ്മുടെ വാക്ക് ഇറ്റ് ഷുഡ് ബി ഗ്രേസ് ഫിൽഡ്. അത് കൃപ നിറഞ്ഞ വാക്കായിരിക്കണം. നോക്ക്, അത് കേൾക്കുന്നവർക്ക് മുഴുവൻ കൃപ കിട്ടുന്ന, മറ്റുള്ളവരെ താക്കുന്ന വാക്കല്ല, കൃപ കിട്ടുന്ന വാക്ക്. നോക്ക്, നമ്മുടെ വാഗൊണ്ട് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ഈ പറഞ്ഞു കേൾക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവര് പറഞ്ഞു, ഈ പറഞ്ഞവര് കേട്ടവരും ഇല്ല, കണ്ടവരും ഇല്ല, ചോദിച്ചവരും ഇല്ല നമ്മൾ പറയുന്നത്. അവസാനം ഈ വേണ്ടാത്ത ഗോസിപ്പുകള് ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ നമ്മളെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരത്തില്ലേ, ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യമൊക്കെ വരത്തില്ലേ. ആ ദേഷ്യം എന്ത് ചെയ്യരുത്, ഔട്ട് ബ്രേക്ക് ചെയ്യരുത്. ഈ റിയാക്റ്റും ചെയ്യരുത്, ഓവർ റിയാക്റ്റും ചെയ്യരുത്. അതിന് കർത്താവിന്റെ കയ്യിൽ ഒന്ന് കൊടുത്തേ. ഹി വിൽ ഗീവ് ഹിസ് പീസ്. ഞാൻ എന്റെ സമാധാനം തരുമെന്ന് പറഞ്ഞ ആ വിഷയത്തിന്റെ അകത്ത് സമാധാനമേ. മറ്റു ഗോസിപ്പ് ചെയ്യരുത്. നോക്ക്, ദേഷ്യപ്പെടരുത്. വേണ്ടാത്ത ലാംഗ്വേജ്, ആവശ്യമില്ല വാക്കുകൾ. ഞാൻ ചിലരെ എടാ നീ പോടാ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കൂട്ട് സഹോദരങ്ങളാണ്. അവർക്കൊരു ക്ഷീണം വരുമ്പം എന്ത് ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. അവരൊന്ന് ബലഹീനമാകുമ്പോൾ അവരെ ചവിട്ടിക്കളയുകയല്ല, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. നോക്ക്, അതുപോലെ തന്നെ നുണ പ്രചരിപ്പിക്കുന്നത് ചിലരുടെ ഒരു സ്വഭാവമാണ്. നുണകൾ ഇങ്ങനെ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് ഈ നുണകൾ, അതൊരു ഈവിൾ സ്പിരിറ്റ് ആണ് കേട്ടോ. കാസ്റ്റ് ഇറ്റ് ഔട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നോക്ക്, മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരോട് നുണ പറയുന്ന നോക്ക്, അങ്ങനെയുള്ള സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഓടിക്കണം. വേണ്ടാത്ത നുണകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഓടിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു പോയതെങ്കിലും പറയാം, ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ മുറിക്കരുത്. നമുക്ക് മുറിക്കാം. ഒറ്റ വാക്കുകൊണ്ട് ഒരാളെ മുറിക്കാം. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ വിശ്വാസത്തെ നമുക്ക് കെടുത്തി കളയാം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ വിശ്വാസം കെടുത്തി കളയുന്ന അങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. മറ്റുള്ളവരെ വിമർശിക്കരുത്. അവരെ സ്നേഹിക്കണം. നിങ്ങൾക്ക് അവരോട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ താന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ, ദൈവസന്നിധിയിലൊന്നിരുന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ, ബ്രദറെ, കർത്താവെ, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. മറ്റുള്ളവരെ മനുഷ്യരുടെ മുമ്പിൽ, ഇവരുടെ എല്ലാം മുമ്പിൽ വിമർശിക്കരുത്, ആരെയും വിമർശിക്കരുത്. അതുപോലെ കംപ്ലൈൻസ്, ഈ കംപ്ലൈൻസ് എന്ന് പറയുന്ന പെട്ടി ഒന്ന് അടച്ചു വെക്കാവോ? ഇന്ന് ജീവിതത്തിൽ അത്ഭുതം നടക്കും, ഇന്ന് വഴി തുറക്കും. ഇവിടെ ദൈവവചനം പറയുകയാണ്, കൃപ നിറഞ്ഞ വാക്കുകളെ സംസാരിക്കുക. ആകാത്ത ഒരു വാക്കും, ആരോടൊക്കെ പറയുക, ആകാത്ത ഒരു വാക്കും നിങ്ങൾ സംസാരിക്കരുത്. എന്നിട്ട് അടുത്ത വചനത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വി ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആ ഹോളി സ്പിരിറ്റ് ആണ് എല്ലാത്തിലും നമുക്ക് ആലോചന തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 26 മാത്രം ഒന്ന് വായിക്കാം. അവിടെ ആ ഭാഗം
മുഴുവൻ പരിശുദ്ധാത്മ യേശു ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും, പിതാവിനോട് ചോദിക്കും. എന്നിട്ട് 26 വായിച്ചു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. സകലതും ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ മിനിസ്റ്റർ ടു യു. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് അറിയത്തില്ല എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. ബട്ട് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ സ്റ്റാർട്ട് മിനിസ്റ്ററിംഗ് ടു യു. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ തുടങ്ങും. അവിടെ ദൈവം ഒന്നുകൂടെ വായിച്ച. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഹോളി സ്പിരിറ്റിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്നാണെന്നറിയോ? ഹി വിൽ റിമൈൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം എന്നെ നിങ്ങളെ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പം പ്ലീസ് ഇല്ല, തകർന്നു പോകത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു നാളും എന്നെ കൈവിടത്തില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ റിമൈൻഡ് യു. പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യാണ്? ഓർപ്പിക്കും. ദൈവവചനം ഓർപ്പിക്കും. നോക്ക്, ഈ ലോകം എന്നെ എന്ത് ഓർപ്പിക്കും? ലോകത്തിന്റെ ചിന്തകൾ എന്നെ എന്തോർപ്പിക്കും? നീ തീർന്നു പോയി, നീ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്നത് കാണണം, ഈ മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് എതിരാണ്, നോക്ക് ഇത് നീ 3 മാസം കൂടെ ജീവിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. അവന്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. അതിന്റെ അകത്ത് എനിക്ക് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ വഴി വെച്ചിരിക്കുന്ന പോലെ ഈ വിഷയത്തിന്റെ അകത്ത് കർത്താവ് എനിക്കായിട്ടൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദ ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റാർട്ട് മിനിസ്റ്ററിംഗ് ടു യു. എന്ത് മിനിസ്റ്റർ ചെയ്യും? ദൈവത്തിന്റെ വചനം എനിക്ക് മിനിസ്റ്റർ ചെയ്യും, എന്നെ ഫിൽ ചെയ്യും, എന്നെ ആശ്വസിപ്പിക്കും, എന്നെ ധൈര്യപ്പെടുത്തും. അവനാൽ ദൈവവചനം എഫെസ്യ ലേഖനക്കാരൻ പറയാണ്, അവനാൽ നീ മുദ്രയിടപ്പെട്ട വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് അന്ത്യത്തോളം നടത്താൻ. അപ്പൊ ആ ലെൻഡ് യുവർ ഇയേഴ്സ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യണം? ചെവി കൊടുക്കണം. അല്ലെ? നോക്ക്, യേശുവും ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ ആ മറുരൂപ വലയിൽ നോക്ക്, പിതാവാം ദൈവം തനിക്ക് വെളിപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിക്കേട്ട ശബ്ദം ഇവന് ചെവി കൊടുക്കാനാ. അല്ലെ? ആ കർത്താവ് താൻ ചെയ്യാനുള്ളതെല്ലാം നിവർത്തിച്ച് പിതാവിന്റെ സന്നിധിയിൽ പോയിരിക്കുകയാണ്. ഇന്ന് കർത്താവ് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരും, ഹി വിൽ സ്റ്റാർട്ട് മിനിസ്റ്ററിംഗ് ടു യു. അവൻ നിങ്ങളോട് ശുശ്രൂഷിക്കാൻ തുടങ്ങും. അപ്പൊ അവന് ഇന്ന് ഞാൻ ചെവി കൊടുക്കുന്നത് ആർക്കാണ്? ആ പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്നാ? ഹി വിൽ മേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് മോർ ക്ലിയർ. കൂടുതൽ ക്ലാരിറ്റിയോടെ ദൈവത്തിന്റെ വചനം എന്നെ ഓർപ്പിക്കും, എന്നെ ഉത്സാഹിപ്പിക്കും. പ്ലീസ്, ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നടന്നോ ഒന്നിനും. നമ്മൾ ഈ ലോകത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ചിന്തകൾ, ഒത്തിരി ചിന്ത, മില്യൺസാ വരുന്നത്. അല്ലെ? നമ്മൾ ആഗ്രഹിച്ചിട്ട് വല്ലതുമാണോ ചിന്ത വരുന്നത്? പല ചിന്തകളും നമ്മുടെ മനസ്സിന്റെ അകത്തോട്ട് കയറി വരുന്ന ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. പക്ഷെ ആ ചിന്തകളെ എല്ലാം എന്ത് ചെയ്യരുത്? വാക്കാക്കരുത്. അവിടെ ഏറ്റവും ഡേഞ്ചർ നമ്മുടെ ചിന്തകളെ വാക്കാക്കുന്നതാണ്. പക്ഷെ അകത്ത് കിടക്കുന്ന നിക്ഷേപമുണ്ട്. ദൈവത്തിന്റെ അത്യന്ത ധനം അകത്ത് കിടപ്പുണ്ട്. അതിനെ എന്ത് ചെയ്യണം? വാക്കുകളാക്കണം. ദൈവവചനം വാക്കുകളാക്കണം. വിശ്വാസം നിന്റെ വാക്കുകളാക്കണം. അത്ഭുതം നിന്റെ വാക്കുകളാക്കണം. നോക്ക്, എല്ലാരെയും ധൈര്യപ്പെടുത്തുക, ഉത്സാഹിക്കുക, അതായിരിക്കണം നിന്റെ വാക്കുകൾ. വേണ്ടാത്ത ഒരു വാക്ക് പോലും എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. അതിന്റെ 31 വാക്യം വായിക്കാം. എല്ലാ കയ്പും എഫെസ്യർ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം. അതെ, നോക്ക്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുകയാണ്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അതെല്ലാം അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? എന്നെ കെടുത്തുന്നതാണ്, എന്നെ താക്കുന്നതാണ്. അതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. നിങ്ങൾ തമ്മിൽ എങ്ങനെ വേണം? നമ്മൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. എല്ലാവരോടും സമാധാനം ആചരിച്ച് എല്ലാവരോടും ക്ഷമിക്കാൻ. ലെറ്റ് us have that peace. കർത്താവ് പറഞ്ഞ ആ സമാധാനം. പ്ലീസ്, എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായതുകൊണ്ടല്ല, നമ്മളെല്ലാം ശരിയായതുകൊണ്ടല്ല. പ്ലീസ് നോക്ക്, ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ. നമ്മൾ ശരിയാണോ? നമ്മൾ ഒന്നും ശരിയല്ലാഞ്ഞിട്ടും കർത്താവ് നമ്മളോട് ക്ഷമിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം.
മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവരെ ഡിപ്രസ് ചെയ്യുന്ന വാക്കുകൾ പറയാതെ, ആത്മീയ വർധനയ്ക്ക് പോകുക, ഒരാളെ ലിഫ്റ്റ് ചെയ്യുന്ന, ഒരാളെ ഉത്സാഹിപ്പിക്കുന്ന, ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആ വാക്കുകൾ. എന്റെ ജീവിതത്തിലും വേണ്ടാത്ത വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോ ഒക്കെ കയറി ഇടിച്ച്, ഞാനതാ പറഞ്ഞത്, ഞാൻ മീറ്റിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ നോക്ക്, നിന്റെ വചനം പറയേണ്ടത് പറയാനും പറയേണ്ടാത്ത പറയാതിരിക്കാനും ഉള്ള കൃപ കർത്താവ്, ഗിവ് മീ ഗ്രേസ്. ഒരു ദിവസവും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവെ, ഇന്ന് ഞാൻ കാണുന്ന ഓരോരുത്തരോടും എല്ലാരെയും ബിൽഡ് ചെയ്യുന്ന വാക്കുകളായിരിക്കണം. എനിക്ക് കുറ്റപ്പെടുത്തൽ വേണ്ട, ഗോസിപ്പ് വേണ്ട, ലൈസ് വേണ്ട, നുണകൾ നമുക്ക് വേണ്ട. നോക്ക്, മറ്റുള്ളവരെ വിരലി ചൂണ്ടുന്നത് അത് നമുക്ക് വേണ്ട. കുറ്റപ്പെടുത്താന്ന് കറക്റ്റ് ചെയ്യാം, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാം. ഈ തോംസുകാരൊപ്പം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കുറിച്ചുള്ള 2 നല്ല കാര്യങ്ങൾ അവരോട് പറയണം. നിങ്ങൾ ഒരു അനുഗ്രഹമാണ് ബ്രദറെ. ഈ സമയം നിൽക്കുമ്പോൾ തന്നെ, ബ്രദറിനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. എന്നിട്ട് പറയണം, ബ്രദറെ ഇന്ന ഒരു കാര്യം ബ്രദർ ഒന്ന് കറക്റ്റ് ചെയ്താൽ നല്ല. നോക്ക്, അവരെ കുറിച്ച് 2 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അവരെ ചേർത്ത് പിടിച്ചോണ്ടെന്ന് പറഞ്ഞേ. They will definitely get corrected. അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു ആരോപണമായിട്ട് അത് എടുക്കും. ചേർത്ത് പിടിക്കണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം. നമ്മുടെ എല്ലാ ചിന്തകളെയും വാക്കുകളാക്കരുത്. എനിക്ക് ഇന്ന് ദൈവമക്കളോട് പറയാനുള്ളത്, ചിന്ത പലതും നമ്മുടെ അകത്ത് വരും, തോന്നൽ വരും. എല്ലാ ചിന്തകളെയും വാക്കരുത്. ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഗൈഡ് യു. അതാണ് ദൈവവചനം പറയുന്നത്. അവൻ ജോൺ 14 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സകലതും ഉപദേശിച്ച് തരും, എന്നോട് ഉപദേശിച്ചു തരും. അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തും. അവന്റെ വചനം ഓർമ്മ, ഹി വിൽ മേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് മോർ റിയൽ. അപ്പൊ അത് അകത്തുനിന്ന് ആ ദൈവവചനം ചാടി വരാൻ തുടങ്ങും. അതാ ഇന്ന് ഈ ജോയിച്ചായന്റെ ഉള്ളിലുള്ള അതെപ്പോഴും നോക്ക്. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എപ്പോഴും അങ്ങനെ ഉത്സാഹിപ്പിക്കുന്ന വാക്ക്. അവിടെ നിന്ന് ഒരു 10 പേർക്കതിൽ കൈ കൊടുത്ത്, ചിലരൊക്കെ ഈ സോന്റെ അടുത്ത് വന്ന് ഒന്ന് കൈ കൊടുത്ത് ഒരു വാക്ക് കേട്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. അങ്ങനെ നമ്മളെ കുറിച്ച് അനേകർ ഓർക്കുമ്പോൾ അങ്ങനെയായിരിക്കണം. നമുക്ക് കൈ തന്ന് നമ്മളിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ ആൾക്കാർ ആഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, മേക്ക് മീ, അങ്ങനെ എന്നെ ഒന്നാക്കണം. മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുന്ന, മറ്റുള്ളവരെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്ന വാക്കുകൾ കർത്താവെ, അതിനായിട്ട് എന്നെ സഹായിക്കണം. ഒരു നിമിഷം അക്കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ തൊട്ടടുത്ത ഒരാളുണ്ടെങ്കിൽ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് പ്രേയും മണക്കോടെ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഒരു ഗ്ലോറി ഇറങ്ങും, ഒരു മഹത്വം ഇറങ്ങും, ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വീഴും, കർത്താവിന്റെ കരം ഇറങ്ങി വരും. ഗോഡ് വിൽ ടച്ച് യു. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ. യേശുവേ സ്തോത്രം കർത്താവേ. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാണ് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി അത്ഭുതമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളിൽ നിന്ന് നല്ല വാക്കല്ലാതെ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും ഞങ്ങളുടെ വായിൽ നിന്ന് വരാതെ എൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ കാക്കണമേ. പലപ്പോഴും ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും ചിലപ്പോഴൊക്കെ വേണ്ടാത്ത വാക്കുകളൊക്കെ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ അതിന് സഹായിക്കണമേ. ഞങ്ങൾ നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വാക്കുകളെ, ഹല്ലേലൂയ, ഞങ്ങളുടെ വായോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവെ, ഓരോരുത്തരെയും അതിന് സഹായിക്കണമേ. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ എൻ്റെ കർത്താവ് ഇറങ്ങി നിന്ന് അത്ഭുത വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, കൂടെ ഇരിക്കണമേ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സമ്പത്ത്, അവരുടെ വരുമാനം, അവരുടെ ആരോഗ്യം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അവരെ അലട്ടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മാനസികമായിട്ട് അലട്ടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുന്ന കർത്താവേ. നിന്റെ കാര്യം അവിടെ ഇറങ്ങി അവരെ തൊട്ട് അവർക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുകയാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ,
കർത്താവെ, ഞങ്ങളുടെ വാക്കുകളെ അവിടുന്ന് അങ്ങനെ ആക്കുന്നതിനായി സ്തോത്രം. അനേകരെ ലിഫ്റ്റ് ചെയ്യുന്ന, അനേകരെ പണിയുന്ന, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന, അനേകരുടെ ഉള്ളിൽ സമാധാനം കൊടുക്കുന്ന, അനേകർക്ക് സന്തോഷം കൊടുക്കുന്ന വാക്കുകളാക്കി ഞങ്ങളുടെ വാക്കുകളെ തീർക്കണമേ. വേണ്ടാത്ത ഒന്നും, ഒരു വാക്ക് പോലും സംസാരിക്കാൻ, പുറത്തോട്ട് വരാൻ. കാരണം ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ജീവനും മരണവും നാവിന്റെ അധികാരത്തിന്മേൽ വെച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആരെയും കൊല്ലുന്ന വാക്കുകളല്ല, എല്ലാരെയും പണിയുന്ന വാക്കുകൾ കർത്താവെ ഞങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടേണ്ടതിനായി ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും, ഞങ്ങളുടെ ഓഫീസിലാണെങ്കിലും, ഞങ്ങളുടെ ശുശ്രൂഷയിലാണെങ്കിലും, ഞങ്ങളുടെ സഭയിലാണെങ്കിലും, ഞങ്ങളുടെ ഇടപെടുന്ന ഓരോ വ്യക്തികളോടും അങ്ങനെയുള്ള വാക്കുകൾ കർത്താവെ ഞങ്ങൾ സംസാരിക്കാനുള്ള കൃപ തരണം. യേശുവിന്റെ നാമത്തിൽ എവിടെയെങ്കിലുമൊക്കെ കറക്ഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ വി ആർ സബ്മിറ്റിംഗ് us into your hands. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വെച്ചു തരികയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണെന്ന് ഇന്ന് ഞങ്ങൾ കേട്ടു. പ്രീസറോ, നോക്ക്, ആത്മാവിൽ നിന്ന് ആചാരമാണ് ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നത്. ഒരു മുദ്ര ഞങ്ങളുടെ മേൽ വന്ന് വീണിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ വീടുകളെ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. വഴികൾ തുറക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ശാരീരികമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. മാനസിക വ്യഥ അനുഭവിക്കുന്ന പലരെയും ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ട് അകത്ത് ഒത്തിരി കൊടുങ്കാറ്റുകൾ കൊണ്ട് നടക്കുന്ന ഒത്തിരി വ്യക്തികളെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ വിഷയങ്ങൾക്കകത്ത് അത്ഭുതകരമായ വിടുതൽ, ദൈവികമായ സമാധാനം യേശുവിൻ നാമത്തിൽ ഐ പ്രൊഫസൈ ഇറ്റ് ഇൻടു ദെയർ ലൈഫ്സ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അസമാധാനം വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴി തുറക്കുന്നതിനായി നന്ദി. എല്ലാ നന്മകൾ കൊണ്ടും എല്ലാ അനുഗ്രഹം കൊണ്ടും അവിടെ നിന്ന് നിറയ്ക്കണമേ. കൃപ കൊടുക്കണമേ അപ്പച്ച. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളെ കുറിച്ച് ആരോ ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. സീന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവിനെ കാണിക്കുന്നു. ദി ലോർഡ് ഈസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിനെ കുറിച്ചൊക്കെയുള്ള ഭാരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടു. അത്ഭുതകരമായ വിടുതൽ കർത്താവെ അവിടെ നയിച്ചിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോ നോ എവരി തോട്ട് ഡിസേർവ്സ് എ വേർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാ ചിന്തകൾക്കും വാക്കുകളുടെ ആവശ്യമില്ല. ചില വാക്കുകളൊക്കെ കേട്ട് ഹൃദയത്തിൽ മുറിവേറ്റും ഭയപ്പെട്ടു ഇരിക്കുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാം. ചിലരുടെ വാക്കുകൾ കേട്ട് ഭയം, അതെന്റെ ജീവിതത്തിൽ നടക്കുവോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഭയപ്പെട്ട് മുറിവേറ്റും ഇരിക്കുന്നവരുണ്ടെന്ന്. ഒന്നും പറഞ്ഞ് നിങ്ങൾ പറയുന്ന പോലെ നടക്കട്ടെ. നിങ്ങൾ എന്ത് പറയുന്നോ അതാ നടക്കണം. ദാറ്റ് ബിക്കംസ് ദ റൂൾ. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അനുവദിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഒരു ബാധയും നിങ്ങളുടെ കൂടെ അടുക്കത്തില്ല. അത്രേ ഉള്ളൂ. ആരെന്ത് ചെയ്താലും നിങ്ങൾക്ക് അത് വഹിക്കത്തില്ല. അവരങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു. ഡോണ്ട് ടേക്ക് ഇറ്റ്. അതിനെ അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അതിനെ എടുത്തിട്ട് അയ്യോ ഭാരപ്പെട്ട് അയ്യോ ഇനി അത് വരുമോ ഒന്നും വരത്തില്ല. ഒരു ഹാനിയും നിങ്ങൾക്ക് വരുത്തത്തില്ല എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം നൽകി. ഒരു ഹാനിയും നിങ്ങൾക്ക് വരുത്തത്തില്ല. So God bless you. Have a wonderful day. God bless you. And share the video also. Share ചെയ്യണം. Let it be a blessing to many people. God bless you.